നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഗംഗ നമ്മളെ പറ്റി മാളുവിനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ മാളു നമ്മളോട് കൂടുതൽ അകലും മോളെ. അതിനും സാധ്യത കാണുന്നുണ്ട്. ഈ ഗംഗ നമുക്കൊരു തലവേദനയായിട്ട് മാറിയിരിക്കുക. അവളെ എന്ത് ചെയ്യണമെന്നാ ഞാൻ ആലോചിക്കുന്നേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഗംഗയെ പറ്റി എന്തെങ്കിലും നുണ പറഞ്ഞു കൊടുത്ത് മാളുവിന്റെ മനസ്സ് മാറ്റിയാലോ? ഗംഗയെ കണ്ടാ മാളു തോക്കെടുത്ത് വെടിവെക്കണം. മാളുവിന്റെ ഉപദ്രവം സഹിക്കാതാവുമ്പോ ഗംഗ സ്ഥലം വിട്ടോളും. അതിനു പറ്റിയ എന്തെങ്കിലും മരുന്ന് മാളുവിന്റെ മനസ്സിൽ പുരട്ടി കൊടുക്കണം മോളെ. എന്നാലേ ഗംഗയുടെ ശല്യം ഇല്ലാതാവും. ക്രമേണ മാളു നമ്മുടെ പക്ഷത്തേക്ക് വരികയും ചെയ്യും. അത് വേണ്ടമ്മേ. പിന്നെ എന്ത് ചെയ്യാനാ? അതിനേക്കാൾ സൂപ്പറായ മറ്റൊരു മാർഗമാ ഞാൻ ആലോചിക്കുന്നേ. അതെന്തു മാർഗം? ഗംഗയും മാളും തമ്മിലുള്ള സൗഹൃദത്തെ നമ്മൾ തടയണ്ട. ഗംഗയും മാളും നല്ല ഫ്രണ്ട്സ് ആവട്ടെ. മഹിയേട്ടന്റെ രണ്ടാമത്തെ ഡിമാൻഡ് ഗംഗയെ ഉപയോഗിച്ച് ഞാൻ നേടിയെടുക്കും. ഞാനും മഹിയേട്ടനും തമ്മിലുള്ള വിവാഹത്തിന് ഗംഗ മാളുവിനെ കൊണ്ട് സമ്മതിപ്പിക്കും. നീ എന്താ ശ്രേയ പറയുന്നത്? അത് നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണ്. ഗംഗ ഉപയോഗിച്ച് ഞാൻ മാളുവിനെ കൺട്രോൾ ചെയ്യും. മാളുവിനെ ഉപയോഗിച്ച് മഹിയേട്ടനെ ഞാൻ നമ്മുടെ വഴിക്ക് കൊണ്ടുവരും. അതാണ് എന്റെ പുതിയ പ്ലാൻ. അല്ല, ഇതെന്തു പറ്റി? പാല് തയ്യാറാക്കി തരാൻ സീമയോട് പറഞ്ഞ പോരായിരുന്നോ? ഇത് മാളുവിന് വേണ്ടി ആന്റി. അവളെ എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ കരുതുന്നത്. സ്വന്തം മോൾക്കുള്ള ആഹാരം അമ്മയായ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ഈ പാല് ഞാൻ തന്നെ തയ്യാറാക്കി മാളുവിന് കൊടുക്കുമ്പോഴല്ലേ ഞാൻ ശരിക്കും അവളുടെ അമ്മയാവുന്നത്. സീമ ഉണ്ടാക്കുന്നതിനേക്കാൾ മധുരം കൂടും ഈ പാലിന്. നീ ശരിയായ രീതിയിലാണ് മോളെ ചിന്തിക്കുന്നത്. ഒരമ്മയാവുക എന്നതിലുപരി മാളുവിന്റെ അമ്മയാവുക എന്നത് അല്പം ശ്രമകരമായൊരു ജോലിയാ. അതിന് നല്ല ക്ഷമയുണ്ടാവണം. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താ മാളുവിനെ നീ വശത്താക്കേണ്ടത്. ഇന്നലെ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത് വിഷമായോ? ഞാനതൊന്നും കാര്യാക്കിയിട്ടില്ല ആന്റി. ആന്റി എന്നെ വഴക്ക് പറയുമ്പോ എന്റെ അമ്മേനെ ശകാരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുള്ളൂ. എനിക്ക് അമ്മ തന്നെ ആന്റി. ആ, നീ മാളുവിന് പാല് കൊണ്ടുപോയി കൊടുക്ക്. അമ്മയെന്ന് പറഞ്ഞപ്പോഴേക്കും അവരങ്ങ് പൊങ്ങിയിട്ടുണ്ട്. എന്റെ അമ്മയുടെ 7 ഏലത്ത് വരില്ല. ഒരു ദേവയാനി അമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.